നമസ്കാരം, മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേറിപ്പോന്നോളീം. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പാഴ്മരം മൂട് നോക്കി വെട്ടി മാറ്റി CPM പണിഞ്ഞിതാ. നോക്കുവിൻ സഖാക്കളെ, ആർഷോ വന്ന വീതിയിൽ പടുവാഴകൾ കുലച്ചിതാ ചീഞ്ഞളിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ കുലച്ച് ചീഞ്ഞളിഞ്ഞ് നിന്ന ആ കൊലയുണ്ടല്ലോ, വെട്ടി AKG സെന്ററിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. മോനെ ആർഷോ, തൽക്കാലം എൻ്റെ ഷോ മതിയെന്ന് CPM നേതാക്കളുടെ ഒരു കീച്ച്. മുക്കിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് CPM നേതാക്കൾ തന്നെ ആർഷോനെ ചവിട്ടി പുറത്താക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു. SFIക്ക് പുതിയ നേതൃത്വം. കണ്ണൂരിൽ നിന്നുള്ള PS സഞ്ജീവിനെ സംസ്ഥാന സെക്രട്ടറിയായും ആലപ്പുഴയിൽ നിന്നുള്ള M ശിവപ്രസാദിനെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. PM ആർഷോയ്ക്കും അനുശ്രീക്കും പകരമാണ് പുതിയ ഭാരവാഹികൾ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു PS സഞ്ജീവ്. ആർഷോ സഖാവ് ഒന്ന് തള്ളാതെ തലസ്ഥാനം തിരുവനന്തപുരം നീങ്ങില്ല. അങ്ങനെയുള്ളപ്പോൾ ആർഷോ സഖാവിനെ മാറ്റി നിർത്തുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, അതിനെതിരെ HFI സംഘടന ശക്തിയുക്തം പ്രതികരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർഷോ സഖാവിന്റെ നേതൃത്വത്തിൽ മികച്ച ഗുണ്ടികൾക്കും ഗുണ്ടകൾക്കുമുള്ള ഗപ്പടിച്ചോണ്ട് വരുമായിരുന്നു HFI. ആ ഫ്ലോ അങ്ങ് പോയില്ലേ അത്? ആർഷോയുടെ സമരമുറകൾ കേരളം കാണാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നുളയിലെ മുള്ളി എറിഞ്ഞില്ലേ പാർട്ടി? മുള്ളി എറിയാനുള്ളതൊക്കെ ഉള്ളെന്ന്. SFIയെ ചേർത്ത് പിടിച്ച് പുണ്യമാണ്, കോടി പുണ്യമാണ് ഈ പ്രസ്ഥാനമെന്ന് കഴിഞ്ഞ ദിവസം മുക്കിലൊന്ന് കീച്ചിയപ്പോൾ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെ അണ്ണൻ തല പൊക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് തലമണ്ടക്കിട്ട് താങ്ങാനാണെന്ന് അണ്ണൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇന്ന് ഈ HFI ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ ആർഷോ അല്ലേ? വരുംകാലത്ത് എത്രയെത്ര വാഴ്ത്തുപാട്ടുകൾ അണ്ണന്റെ പേരിൽ എഴുതപ്പെടേണ്ടതായിരുന്നു. അതിന്റെ മുനയൊടിച്ച മുതിർന്ന CPM നേതാക്കളോട് അണ്ണൻ കലിപ്പിലാണ്. HFI സെക്രട്ടറി സ്ഥാനത്തുനിന്ന് ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞാൽ അത് കുറച്ചിലല്ലേ? പിടിച്ച് പുറത്താക്കുന്നതിന് അണ്ണൻ ഫ്രീക്ക് പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സിറ്റ് ഓപ്ഷൻ എടുക്കുകയാണ് സാധാരണഗതി ഇന്റഗ്രേറ്റഡ്. അറ്റൻഡൻസ് ഇല്ലാത്തതിന് മുൻപ് മഹാരാജാസ് കോളേജിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയപ്പോഴും ഇതേ ഫ്രീക്ക് പേരാണ് അണ്ണൻ പറഞ്ഞത്. ആർഷോയുടെ കീഴിൽ HFI എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത് അല്ലേ മുഖ്യ? അത് കണ്ട് കണ്ണിൽ ഈറനണിഞ്ഞിരിക്കുകയാണ് CPM നേതാക്കൾ എല്ലാവരും. പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം ആർഷോയായിരുന്നു താരം. ഓൻ വന്നു കയറിയേ പിന്നെ HFIക്ക് വെച്ചടി ഇറക്കമാന്ന്. തല്ല്, കുത്ത്, വെട്ട്, ലഹരിക്കച്ചവടം, ലൈംഗികാതിക്രമം, ഇടിമുറികളിൽ ചവിട്ടിക്കൂട്ട്, പൂക്കോട്, കൊലപാതകം, ഇത്രയും പേരും പെരുമയും പോരെ സഖാക്കളെ? ഇനിയും ഓനെ സെക്രട്ടറി സ്ഥാനത്തിരുത്തിയാൽ HFIയെ തെരുവിലിട്ട് ജനം തല്ലുമെന്ന് നേതാക്കൾ വെച്ചലക്കി. കുറച്ചു പേർക്കെങ്കിലും ബോധമുണ്ടല്ലോ. ഓനൊരുത്തം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നേതാക്കന്മാർക്ക്. HFIയെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് വരെ നാട്ടുകാർ ഊഞ്ഞാലാട്ടി തുടങ്ങിയെന്നേ. പിന്നാമ്പുറ സമരമുറ കൊണ്ടുവന്ന് ഇല്ല നാറ്റിച്ചവൻ, തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ ഫ്യൂസൂരി വിപ്ലവം നടത്തുന്നവൻ, ക്ലാസ്സിൽ കയറാത്തോനും അറ്റൻഡൻസ് ഇല്ലാത്തോനും പരീക്ഷ എഴുതാത്തോനും കലിംഗ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യലാണോ എൻ്റെ പണി. HFIയെ ഒരു അധോലോക സംഘമാക്കി മാറ്റിയതിൽ ആർഷോ വഹിച്ച പങ്ക് വിസ്മരിക്കാനാകുമോ സഖാക്കളെ? എല്ലാം കണ്ട് ധൃതങ്ക പുളകിതരായി CPM ആർഷോയോട്. ആർഷോയെ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് CPM നേതാക്കൾ കട്ടായം പറഞ്ഞുകൊണ്ടാണ് കസേര തെറിച്ചത്. പദവിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് സമ്മേളനത്തിൽ ആവശ്യം ഉയർന്നത്. പോരാത്തതിന് മന്ത്രിമാരോടും മുതിർന്ന നേതാക്കളോടും വരെ ആർഷോയ്ക്ക് മോട തുടങ്ങിയിട്ടുണ്ട്. കാരണം മുഖ്യൻ യുവന്മാരെല്ലാം സംരക്ഷിച്ച് നിർത്തുകയാണല്ലോ. അതുകൊണ്ട് ഏത് നേതാക്കന്മാരുടെ നെഞ്ചിത്തട്ട് കയറാനും ലൈസൻസ് കൊടുത്തേക്കുകയായിരുന്നു. വീടും വിവരക്കേടും തലയിൽ ചുമക്കുന്ന ബിന്ദു മന്ത്രിയോട് വരെ തുള്ളിച്ചാട്ടം തുടങ്ങിയില്ലേ ഓൻ? അതെങ്ങനെ സമ്മതിക്കും അങ്ങോട്ട്? TP ശ്രീനിവാസനെ തല്ലിയതിൽ HFI മാപ്പ് പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് ആർഷോ പറഞ്ഞായിരുന്നു. അങ്ങനെ ആരെയും തല്ലാനുള്ള അധികാരമൊന്നും HFIക്ക് ഇല്ലെന്ന് ബിന്ദു മന്ത്രിയും തിരിച്ചടിച്ചു. ഇതങ്ങനെ മുതിർന്ന നേതാക്കളോടും ജഗട അതിനുള്ള കൊട്ടാണ് ഇപ്പൊ കിട്ടിയത്. ആർഷോയുടെ ഷോ വല്ലാതെ കൂടിയപ്പോൾ ഒന്ന് മാറ്റി നിർത്തുന്നു. അടുത്ത വിദ്യാഭ്യാസ മന്ത്രിയാണോൻ, അത് മറക്കരുത്. പൂർവാധികം ശക്തിയോടെ അണ്ണൻ തിരിച്ചെത്തുമെന്ന്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്നടേ, ഇവര് മാറ്റി നിർത്തുന്നതുമൊക്കെ. പീഡനവീരൻ ശശിമാർ വിലസുന്നു, പിന്നല്ലേ ആർഷോ. അണ്ണൻ തിരിച്ചു വരുമെന്ന്. ഇനി ആർഷോയുടെ മണ്ടത്തരങ്ങൾ എങ്ങനെ കാണാൻ സാധിക്കും? അപ്പം നമുക്ക് കാണാം.